ഇവരെ പിടിയിട്ട പുള്ളികളായി ഇവിടുത്തെ മുതിർന്ന IPS എഴുതി തള്ളിയിരിക്കായിരുന്നല്ലോ. മിനിസ്റ്റർ മാധവമേനന്റെ മണ്ഡലത്തിൽ നടന്ന അരും കൊലകളെ പറ്റി അന്നൊന്നും എന്താ താങ്കൾ രോഷം കൊള്ളാഞ്ഞത്? ബാലൻ എന്ന ചെറുപ്പക്കാരനെ കൊണ്ടുപോയി നിഷ്ഠൂരമായി കൊലയതിനെ പറ്റി നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്റെ അഭിപ്രായത്തിൽ SI സഞ്ജീവ് കുമാർ അഭിനന്ദനം അർഹിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഇതുപോലെ നെഞ്ചുറപ്പുള്ള സത്യസന്ധന്മാരായ ചെറുപ്പക്കാരെയാണ് നമ്മുടെ പോലീസിന് ആവശ്യം. ഇല്ല, ഇനിയും ആ റാസ്കലിനെ ഭൂമിക്ക് മുകളിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. കുറെ ദിവസമായി ഞാനത് പറയുന്നു. അപ്പോഴൊക്കെ നീ ഒരുത്തിനാ തടസ്സം നിന്ന്. തടസ്സം നിന്നതല്ല, CM അവന് അത്രയ്ക്ക് കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോ എന്റെ മന്ത്രിക്കസേര തന്നെ തെറിച്ചു പോകും. അതുകൊണ്ടാ രഹസ്യമായിട്ട് മതി ഞാൻ പറഞ്ഞത്. അങ്ങനെ മാമ്പള്ളി കുടുംബത്തിന്റെ മാനം കളഞ്ഞിട്ട് ഒരു മന്ത്രിക്കസേര വേണോ നമുക്ക്? ഇതുവരെ ഈ നാട്ടുകാർ മാമ്പള്ളി കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് ഭയഭക്തിയോട് കൂടിയാ. ഇന്ന് പരിഹാസമാണ്. അതും ഒരു പീറ ചെറുക്കൻ കാരണം. അവൻ ചേട്ടനെ പിടിച്ചുകൊണ്ടുപോയി മാസങ്ങളോളം തടങ്കലിട്ടു എന്ന് പറയുന്നത് തന്നെ എനിക്ക് നടക്കടാ. ഈ നാട്ടിൽ ആരും അത് വിശ്വസിക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊന്നും വിശ്വാസമില്ലേ? വിശ്വസിക്കണ്ട, എന്നെ ആരും വിശ്വസിക്കണ്ട. ചേട്ടൻ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കാം. പക്ഷേ പോലീസിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു തെളിവ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചേട്ടൻ ഒരു സാധാരണക്കാരനല്ല, സീനിയർ IPS ഓഫീസറാ. അങ്ങനെ ഒരാളെ പിടിച്ചൊരുത്തം പൂട്ടിയിട്ടിട്ട് യാതൊരു എവിഡൻസും കിട്ടുന്നില്ലെന്ന് വെച്ചാ അതിൽ പരം നാണക്കേടുട്ടോ. അതുകൊണ്ട് തന്നെയാ വലിയേട്ടൻ പറഞ്ഞത് അവനെ ഇനി വച്ചോണ്ടിരിക്കണ്ടെന്ന്. 4 ബറ്റാലിയൻ പോലീസ് വളഞ്ഞിട്ടും പുല്ലുപോലെ രക്ഷപ്പെട്ട മാർട്ടിനും ദാസനും അവന്റെ തോക്കിന്റെ തുമ്പത്താ മരിച്ചു വീണത്. ഇനിയും അവൻ ജീവിച്ചിരുന്ന അത് നമുക്ക് ആപത്താ. എങ്കിൽ വിളിക്കു ദുബായിക്ക്. ചേട്ടന്റെ ഒരു കോള് ചെന്നാ മതി. അലക്സ് പറന്നിവിടെ എത്തും. ഇരു ചെവി അറിയാതെ കാര്യം നടത്തിയിട്ട് പോയിക്കൊള്ളും. പന്ന കഴിവറ മോനെ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? മാമ്പള്ളി വീടിന്റെ ഉള്ളിൽ കയറി വരാൻ മാത്രം തെണ്ടി അയ്യപ്പൻ നായരുടെ മകൻ വളർന്നു അല്ലടാ പട്ടി. വളർന്ന കാര്യം സാറ് നേരത്തെ അറിഞ്ഞല്ലേ. ഇപ്പൊ അങ്ങയുടെ തിരുമുഖം കാണാനല്ല ഞാൻ വന്നത്. എനിക്ക് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങളുടെ അനിയൻ പ്രകാശ് മേനോൻ. പാരട്ടെ, ഇറങ്ങടാ വെളിയില്. നീ എവിടെ വന്ന് ആരോടാ സംസാരിക്കുന്നെന്ന് അറിയാമോ? അറിയാം സാർ. കേരളത്തിലെ ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ 4 വർഷം മുമ്പ് നടത്തിയ ഒരു കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ അങ്ങേക്കും പങ്കിടുന്നുള്ളതിന് തെളിവുണ്ട്. പക്ഷെ തൽക്കാലം ഞാൻ ഇവനെ കൊണ്ടുവന്നുള്ളൂ. ഇവനെ ചുട്ട് കരിക്കണം. നിർത്തണം സാർ, ഇനിയൊരു കൊലപാതകം കൂടി ചെയ്യരുത്. അവനെ അങ്ങ് വിട്ടേക്കും. 2000 ആണ്ട് ജനുവരി 12-ാം തീയതി നാഷണൽ ഹൈവേയിൽ വെച്ച് വാസുദേവൻ നായർ എന്ന ഹെഡ് കോൺസ്റ്റബിളെ ലോറി കയറ്റിക്കൊന്ന കേസിൽ പ്രകാശ് മേനോനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടുണ്ട് സാർ. നിന്റെ ഒരു വാറണ്ട്? നീ ഒരുത്തനായി ചെറ്റയെ വളർന്നത്. ഒരു തെളിവില്ലാതെ എന്ത് പറഞ്ഞാൽ നിനക്ക് വാറണ്ട് കിട്ടുക? ഇറങ്ങി പോടാ വെളിയിൽ. ഗെറ്റ് ഔട്ട്. സാർ എപ്പോഴും ഇങ്ങനെ ചൂടായ എങ്ങനെയാ? തെളിവുണ്ട് സാർ. കുഞ്ഞരാമ, അവനെയും കൊണ്ടുവാ. ഇവനെ സാറുമാർക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അറിയാന്നേ, അല്ല പിന്നെ. പറയടാ ചന്ദ്ര, അന്ന് വാസുദേവൻ നായരെ കൊന്നതെങ്ങനെ? എനിക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് മേടിച്ച് ഓടിച്ചത് പ്രകാശ് സാറാ. മുകുന്ദൻ സാറും മാധവൻ സാറും പുറകെ കാറിലുണ്ടായിരുന്നു. ഇനിയും ഏമാർക്ക് തെളിവല്ലോ വേണമെങ്കിൽ അങ്ങ് കോടതിയിൽ നിന്ന് കിട്ടും. ഇവിടെ വാടാ. ബുദ്ധിമുട്ടുണ്ടാക്കരുത് പ്ലീസ്. ഇത് DGPയുടെ സ്പെഷ്യൽ ഓർഡറാ. സാറിന് വേണേ അദ്ദേഹത്തെ വിളിക്കാം. വേഗം നടക്ക്. 3 സാറിന്റെ കൺട്രോൾ പോകും ചിലപ്പോ. ആ ഫോണിതാ. Yes, Alex speaking. Hello, how are you, sir? സാറിന്റെ ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കല്ലായിരുന്നോ ഞാനിവിടെ പറന്നെത്താൻ? എന്റെ മാർട്ടിനച്ചാനെ കൊന്ന തെണ്ടി കഴിവറടാ മോനെ. ഒരു നിമിഷം മുമ്പേ ഈ ഭൂമിയിൽ തുടച്ചു നീക്കേണ്ടത് എന്റെയും ആവശ്യമാണ് സാർ. സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അടുത്ത ഫ്ലൈറ്റിന് ഞാൻ ഇവിടുന്ന് തിരിച്ചിരിക്കും. അവനെ മാത്രമല്ല, ആ കുടുംബം ഞാൻ നാമാവശേഷമാക്കും. എനിക്ക് ആ കൂടി പേടിയാവുന്നു. ഈ മാമ്പള്ളി മേനന്മാരെല്ലാരും കൂടി ഇനി എന്റെ സഞ്ജീവന്റെ നേരെ തിരിയില്ലേ? ആര് തിരിഞ്ഞാലും നീതിക്കും ന്യായത്തിനും വേണ്ടി എന്റെ മോൻ പാറ പോലെ ഉറച്ചു നിൽക്കും. അതെനിക്ക് ഉറപ്പാ. എന്റെ മരുമോന്റെ നെഞ്ചത്ത് ലോറി കയറ്റിക്കൊന്ന പോലെ എത്രയെത്ര കുടുംബങ്ങളെയാ അവര് വഴിയാധാരമാക്കിയിരിക്കുന്നത്. പോയവര് പോയി,
നമുക്കതേ വിധിയുള്ളൂ എന്നോർത്ത് സമാധാനിക്കാം. പക്ഷെ ഇനി ഈ വീട്ടിന് ആകെ തുണിയുള്ളത് അവനാ. ഈ നാട്ടിലവന് ജോലി വേണ്ടച്ച. എങ്ങോട്ടെങ്കിലും സ്ഥലമാറ്റം മേടിച്ചു പോകാൻ പറ. ചേച്ചി പേടിക്കാതിരിക്കുക ചേച്ചി, എനിക്കൊന്നും സംഭവിക്കില്ല. തന്റേടിയായ ഒരു പോലീസ് ഓഫീസർക്ക് ശത്രുക്കൾ ഉണ്ടാകും. പക്ഷെ എന്റെ മോനെ ഇവിടുത്തെ ജനങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇപ്പൊ റോഡിൽ കൂടെ നടന്നു വരുമ്പോ ആൾക്കാർക്ക് എന്നോട് സഹതാപമല്ല, ആരാധനയാണ്. SI സഞ്ജീവിന്റെ അച്ഛനോടുള്ള ആരാധന. എന്റെ വകയായിട്ടൊരു സമ്മാനം തരുന്നുണ്ട് മാമന്. എന്തിന്? എന്റെ അച്ഛനെ കൊന്നവരെ കണ്ടുപിടിച്ചതിന്. അതിനെന്ത് സമ്മാനാ തരുന്നത്? ഇനി നമുക്ക് അയാളെ കൊല്ലണം. മാമന്റെ അനന്തരവള് തന്നെ. ആ സഞ്ജീവ, മോൻ സോനയുടെ വീട്ടിലേക്കൊന്ന് ചെല്ലണമെന്ന് അവളുടെ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. എന്താ കാര്യം? കല്യാണത്തിന് നേരം കുറിക്കാൻ അവിടെ ജോത്സ്യം വരുന്നുണ്ട്. രാമൻ നായർക്ക് നിർബന്ധം നീ കൂടെ വേണമെന്ന്. ഈ ആളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? എന്താ ജോത്സരെ ഇങ്ങനെ ചോദിക്കുന്നേ? അത് ജാതകവശാൽ കണ്ടത് ഞാൻ ചോദിച്ചു. മരിച്ച ഒരാളുടെ ജാതകം കല്യാണത്തിന് നേരം കുറിക്കാൻ തരുമോ? കാശിന് വേണ്ടി കള്ളം പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് ഈ ജാതകങ്ങൾ കൂട്ടി യോജിപ്പിക്കാം. പക്ഷേ ഒന്ന് തെളിച്ചു പറ ജോത്സരെ. ഈ കല്യാണം നടത്താതിരിക്കുന്നതാ നല്ലത്. വിളിപ്പാട് അകലെ എന്നൊക്കെ പറയണത് പോലെ ഇയാൾക്ക് ചുറ്റും മരണം പതിയിരിക്കുക. ശത്രുക്കൾക്ക് നടുവിലായി ജാതകക്കാരൻ. തൽക്കാലം ഈ ആലോചനയെ പറ്റി മറക്കുന്നതാ നല്ലത്. മറക്കാനല്ല, കല്യാണം നടത്താൻ വേണ്ടിയ ജോത്സരെ വിളിപ്പിച്ചത്. സമയവും കാലവും ജാതകവും ഒന്നും നോക്കാതെയും ഓരോരുത്തരും കല്യാണം കഴിക്കുന്നില്ലേ? അവരും ജീവിക്കുന്നില്ലേ? കുട്ടിയോടൊരു തർക്കത്തിന് ഞാനില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം. സഞ്ജുവിന് ഒന്നും സംഭവിക്കില്ല. ഇനി സംഭവിച്ചാലും ജീവിതകാലം മുഴുവൻ വിധവയായിട്ട് കഴിയാൻ ഞാൻ തയ്യാറാ. എന്തിനാ കരഞ്ഞു? സഞ്ജു വന്നിട്ട് കുറെ നേരമായോ? എനിക്ക് ഈ ജോത്സ്യത്തിലൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പറയുന്ന കേട്ടിട്ട് ചെറിയൊരു വിശ്വാസം തോന്നിപ്പോവാ. അതെന്താ? ആ പറഞ്ഞതെല്ലാം ഒരു പരിധി വരെ സത്യമാണ് സോന. നിനക്കറിഞ്ഞൂടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പലരും എന്നെ കൊല്ലാൻ തക്കം നോക്കി നടക്കുന്നവരാ. ജോത്സ്യം പറഞ്ഞ പോലെ സമയം നേരെയാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സമയം നേരെയാകുന്നില്ലെങ്കിലോ? കല്യാണം തന്നെ വേണ്ടെന്ന് വെക്കല്ലേ? സഞ്ജു ഒന്ന് വാക്ക് മാറ്റല്ലേ? ഇനി കരയണ്ട. ശരി, സബ് ഇൻസ്പെക്ടർ സഞ്ജീവ് കുമാർ വാക്ക് പാലിക്കുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നമ്മുടെ കല്യാണം. സുന്ദരി എന്നോമൽ സുന്ദരി